ഹായ് മുത്തുമണികളെ, മുനീറാണ്. മുനീർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 3 ചൂണ്ടക്കാരാണ്. ഫസ്റ്റ് നമുക്ക് കിട്ടിയ മീനാട്ടോ, ചെമ്പല്ലിയാണ് ആദ്യം കിട്ടിയത്. നമ്മളെ ചങ്ങായിക്ക് കിട്ടിയ ചെമ്പല്ലിയാണിത്. കുഴപ്പമില്ലാത്തൊരു സൈസാണ്, മീഡിയം സൈസാണ്, വലുതുമല്ല ചെറുതല്ല. എന്നാലും നല്ല അടിപൊളി ഒരു മീഡിയം സൈസ് ചെമ്പല്ലിനെ ഫസ്റ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. 3 ചൂണ്ടക്കാരാണ്. നിരന്ന് നിന്ന് നമ്മൾ ബേപ്പൂരാണ് ഇപ്പോൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. മുത്തുമണികളെ, നമ്മൾ ചൂണ്ടയിൽ ഒരു പുയ്ത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ഒരു മീഡിയം സൈസ് സാധനം. നമ്മളിട്ട ചൂണ്ടയിൽ ഇങ്ങനെ ഒരു മീൻ അടിക്കുക എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ഫീലാണ്. എന്താണെന്നറിയില്ല, നമ്മളിട്ട ചൂണ്ടയിൽ ഇങ്ങനെ ഒരു മീൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫീലാണ്. ഒരു മീഡിയം സൈസ് പുയ്ത്തിനെ അടിച്ച് കയറ്റി കേട്ടോ. ചങ്ങളെ, മീൻ പിടുത്തക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു ഫീൽ കേട്ടോ. ഇങ്ങനെ വന്നാണ്ട് ഇങ്ങനെ ചൂണ്ടിടാന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. നല്ലൊരു കാലാവസ്ഥയും ഇതുപോലെ ഇങ്ങനെ ചൂണ്ടിടുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ മീൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു അടിപൊളി ഫീലാണ്. നമ്മളിട്ട ചൂണ്ടയിൽ ഇങ്ങനെ ഒരു മീൻ സ്ട്രൈക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് പിടിച്ച് കയറ്റുമ്പോൾ ഒക്കെ ഉള്ളൊരു ഫീൽ പറഞ്ഞാൽ അത് ഈ മീൻ പിടുത്തക്കാർക്ക്, ഈ ചൂണ്ടിടുന്ന ആൾക്കാർക്ക്, ഇതിനോടുള്ളൊരു ക്രൈസുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങൾ അധിക ദിവസങ്ങളിലും ഇങ്ങനെ വരാറുണ്ട്. ബേപ്പൂർ അല്ലെങ്കിൽ ചാലിയത്ത്, ഇങ്ങനെ ഇതുപോലുള്ള ഏരിയകളിലൊക്കെ ഞങ്ങൾ ചൂണ്ടിടാൻ പോകാറുണ്ട്. ഇത് നമുക്ക് ഒരു എന്താ പറയുക, ചില ആളുകൾക്ക് പല അഡിക്റ്റുകളുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് ഇതാണ് അഡിക്ഷന്. അതായത് ഈ ചൂണ്ടിടുക, മീൻ പിടിക്കുക, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ കവർ ചെയ്യുക, അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഞങ്ങളൊരു ഫീലിംഗ്. പല ആളുകൾക്കും പല അഡിക്ഷനാണല്ലോ. ഞങ്ങൾക്കുള്ള അഡിക്ഷൻ ഇതാണ്, ചൂണ്ടിടുക, മീൻ പിടിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ചില ആളുകൾ കഞ്ചാവിനും മയക്കുമരുന്നിനും കള്ളിനൊക്കെയാണ് അഡിക്ഷൻ. പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് അഡിക്ഷൻ. അപ്പോൾ നമ്മൾ മുത്തുമണി ആബിദ് ഒരു മീൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏട്ടച്ചുള്ളിയാണ്. ഇപ്പം ഏട്ടച്ചുള്ളിനാണ് ആബിദ് അടിച്ച് കയറ്റിയത് കേട്ടോ. ഇതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മീൻ കിട്ടുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഫീലാണ്. ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മീൻ ഇങ്ങനെ കിട്ടും. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ചൂണ്ടിടും. അതാണ് ഈ ചൂണ്ടക്കാരുടെ പ്രത്യേകത. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ചൂണ്ടിടാൻ പറ്റും. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മീനൊക്കെ കിട്ടുമ്പോൾ ഈ കിട്ടിയില്ലെങ്കിലും ചൂണ്ടക്കാർ എത്ര നേരം വേണമെങ്കിലും നിൽക്കും. ഞങ്ങൾ ഏകദേശം 4 മണി 5 മണിക്ക് ശേഷം വന്നിട്ട് രാത്രി 9 മണി 9:30 മണിക്കാണ് അവിടുന്ന് പോരുന്നത്. രാത്രി കടലിലാണെങ്കിൽ നല്ല തിരയും കാറ്റും, ഒടുക്കത്തെ കാറ്റും തിരയാണ്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് ചൂണ്ടിട്ട് ആ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. നല്ല ഇടയ്ക്കൊക്കെ ഓരോ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് അടിച്ച് കയറുന്നില്ല. കാരണം നല്ല തിരയാണ്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഏതായാലും. അപ്പോൾ ചങ്കളെ, നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.